റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? ഇത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണം. ഹലോ ചൈൽഡ് ലൈൻ. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ഇവിടെ അല്ലേ ജെറിൻ സാറും സഞ്ജന ടീച്ചറും വർക്ക് ചെയ്യുന്നത്? അവരൊന്ന് വിളിക്കാം. ഇവരാണ് ജെറിനും സഞ്ജനയും. അപ്പോൾ ഒരു കേസിൻ്റെ ആവശ്യമായിട്ടായിരുന്നു നിങ്ങൾ ഞങ്ങളുടെ സ്റ്റേഷൻ വരുമെന്ന് പറഞ്ഞു. ഒരു അധ്യാപിക ആയിരുന്നിട്ടും ഇതിന്റെ സീരിയസ്നെസ് അറിയാമായിരുന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഈ കാര്യം പോലീസിൽ അറിയിച്ചില്ല? ഇതിലെ പ്രതി നിങ്ങളുടെ സുഹൃത്തായിരുന്നു കൊണ്ടാണോ? അങ്ങനെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? എന്താ മോളെ, എന്തു പറ്റി? ജെറിൻ സാർ എന്നോട് ചെയ്തോ? സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് മോൾക്ക് തോന്നിയതായിരിക്കും. സാർ അങ്ങനെ ചെയ്യില്ല. സാർ എനിക്ക് കുറച്ച് വെള്ളം വേണം. നിങ്ങളുടെ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത കാര്യം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ കാര്യത്തെ പറ്റി? നിങ്ങളെ കുറ്റം ചെയ്തതിനുള്ള എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സാർ പറ്റിപ്പോയി. ആ നശിച്ച നേരത്തെ ചിന്ത എനിക്ക് എന്നെ കൊണ്ട് പറ്റിയില്ല സാർ. കൈവിട്ടു പോയി. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നറിയാം സാർ. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കാൻ പറ്റുമോ? നിങ്ങളൊരു അധ്യാപകനല്ലേ? മറ്റുള്ളവർക്ക് മാതൃകയാണ്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്താൽ എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല. തെറ്റ് ചെയ്തയാൾ അതിന് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. കുട്ടികൾ നിഷ്കളങ്കമായ അവരുടെ ശരി മായാതെ നോക്കേണ്ടത് അധ്യാപകരായ നാം ഓരോരുത്തരുടെയും കടമയാണ്. കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങൾ, അവ ലൈംഗികപരമായതോ അല്ലാത്തതോ ആവട്ടെ, അവയ്ക്കെതിരെ ശബ്ദമുയർത്തേണ്ടവരിൽ പ്രാഥമിക സ്ഥാനത്ത് നിൽക്കുന്ന അധ്യാപകർ തന്നെ ഒരിക്കലും അതിന് കാരണക്കാരോ അത് മറച്ചുവെക്കുന്നവരോ ആകാതെ ഇരിക്കട്ടെ.